കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമെന്നോ പ്രഭവ കേന്ദ്രം എന്നോ പറയാവുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് കണ്ണൂരാണ്. കണ്ണൂർ ടൗണല്ല, കണ്ണൂരിന് ചുറ്റുപാടുമുള്ള ഗ്രാമപ്രദേശങ്ങൾ. പിണറായിയിലെ പാറപ്പുറം എന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു യോഗം നടന്നത്, ഒരു സമ്മേളനം നടന്നത്. അവിടെ വെച്ചാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിറവിയെടുത്തത് എന്നാണ് ചരിത്രം. ഏത് കാലത്തും കണ്ണൂരിൽ നിന്നുള്ള നേതാക്കന്മാർ ഗടാഗടിയന്മാരായിരുന്നു. എ കെ ഗോപാലൻ, എ വി കുഞ്ഞമ്പു, വി വി കുഞ്ഞമ്പു, പിൽക്കാലത്ത് ചടയം ഗോവിന്ദൻ, അഴീക്കോടൻ രാഘവൻ, അതുപോലെ എം വി രാഘവൻ, ഇ കെ നയനാർ, അത് കഴിഞ്ഞ് പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, ഇ പി ജയരാജൻ, പി ജയരാജൻ, എം വി ജയരാജൻ, അങ്ങനെ നിരവധി അനവധി നേതാക്കന്മാർക്ക് ജന്മം കൊടുത്ത ഒരു വലിയ സാംസ്കാരിക രാഷ്ട്രീയ കേന്ദ്രമാണ് കണ്ണൂർ. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും കണ്ണൂരിൽ നിന്നുള്ള നേതാക്കന്മാരാണ് ഈ പാർട്ടിക്ക് ഒരു ദിശാബോധം നൽകിയത്. വി എസ് അച്യുതാനന്ദനെ പോലെ ചില ആളുകളൊക്കെ തിരുവിതാംകൂറിൽ നിന്ന് വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഏത് കാലത്തും പാർട്ടിയുടെ ഒരു കാർക്കശ്യവും കരുത്തും കാണിച്ചത് കണ്ണൂർക്കാരായിരുന്നു. അതുകൊണ്ട് കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ചെങ്കുടി ഉയരും, നമ്മുടെ കണ്ണിൽ കണ്ണീര് കിനിയും. അത്രയും ത്യാഗോജ്വലമായ പ്രവർത്തനം നടന്ന സ്ഥലമാണ്. ഇപ്പോഴും അതിൻ്റെ പൊലിമയിൽ ജീവിക്കുന്നവരാണ് കണ്ണൂരിലെ പാർട്ടി സഖാക്കൾ. ഒരു കാലത്ത് ആർ എസ് എസ്സുകാരുമായിട്ട് വെട്ടുകുത്തും നടന്ന് എത്രയോ അധികം പാർട്ടി സഖാക്കളാണ് രക്തസാക്ഷികളായിട്ടുള്ളത്. അതിനു മുമ്പ് കോൺഗ്രസ്സുകാരുമായിട്ട് ഇതുപോലുള്ള ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ഇടക്കാലത്ത് മുസ്ലിം ലീഗുകാരുമായിട്ട് ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ഇപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലയൊക്കെ മെച്ചപ്പെട്ട് വലിയ വലിയ ഓഫീസ് മന്ദിരങ്ങളൊക്കെ ഉയരുന്നതും പാർട്ടി കൊലപാതകങ്ങൾക്ക് വേണ്ടിയിട്ട് കോർപ്പസ് ഫണ്ട് പിരിക്കാൻ തുടങ്ങിയതും കേസ് നടത്തുന്നതിന് വേണ്ടി പാർട്ടി വക്കീലന്മാരുടെ ഒരു വലിയ വ്യൂഹം തന്നെ കെട്ടിപ്പടുത്തുമൊക്കെ. അതൊക്കെ സഖാവ് പിണറായി വിജയൻ്റെ ഒരു കൈവർക്കത്താണ് എന്ന് വെച്ചോളൂ. എന്ത് തന്നെയാണെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അഭിമാനകരമായിട്ടുള്ളൊരു സംഗതി എന്ന് പറയുന്നത് ഏത് കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ഘടകമാണ്. കണ്ണൂരിലെ ഒരു സഖാവ് എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ 3 സഖാവിന് തുല്യമാണ്, എറണാകുളത്തെ 10 സഖാക്കൾക്ക് തുല്യമാണ്. അതാണ് കണ്ണൂർ പാർട്ടിയുടെ ഒരു മേന്മ, അതാണ് കണ്ണൂർ പാർട്ടിയുടെ ഒരു പ്രത്യേകത. അങ്ങനെയുള്ള കണ്ണൂർ പാർട്ടിയിലാണ് ഇപ്പോൾ ഒട്ടും തന്നെ സുഖകരമല്ലാത്ത വിവാദങ്ങളും അപവാദങ്ങളും പൊങ്ങി വരുന്നത്. ഒന്ന് പയ്യന്നൂരെ രക്തസാക്ഷി ഫണ്ട് മോഷണ വിവാദമായിരുന്നു. രക്തസാക്ഷി ഫണ്ട് എത്രയാണ് പിരിച്ചതെന്നോ എത്രയാണ് രക്തസാക്ഷിയുടെ കുടുംബത്തിന് കൊടുത്തതെന്നോ ബാക്കി സംഖ്യ എന്താണ് ചെയ്തതെന്നോ നാട്ടുകാരോട് പറയാൻ പറ്റില്ല എന്നാണ് സഖാവ് കെ കെ രാഗേഷ് പറഞ്ഞത്. നാട്ടുകാരോട് പറയാൻ പാർട്ടിക്ക് ബാധ്യമില്ല, പാർട്ടിയുടെ മെമ്പർമാരോടും ആ പാർട്ടി രക്തസാക്ഷിയുടെ കുടുംബത്തോടും മാത്രമേ പറയുള്ളൂ. വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കേണ്ടാത്തവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും പാർട്ടിക്ക് ഒരു പുല്ലുമില്ല, ഒരു ചുക്കുമില്ല എന്ന് സഖാവ് പിണറായി പറഞ്ഞത് തന്നെ രാകേഷ് സഖാവ് വേറെ രീതിയിൽ ആവർത്തിക്കുകയാണ് ചെയ്തത്. അതിനും പുറമെയാണ് തളിപ്പറമ്പിലെ ഈ സ്ഥാനാർത്ഥി വിവാദം. സഖാവ് ഗോവിന്ദൻ മാഷ് ഇത്തവണ മത്സരിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ശ്യാമള ടീച്ചറെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു. അതിനെ തുടർന്ന് പാർട്ടിയിലുള്ള വേറെ ചില സഖാക്കൾക്ക് മുറുമുറുപ്പുണ്ടാകുന്നു. അത് ഒരു വിഷയമാകാതെ ആളിക്കത്താൻ തുടങ്ങുന്ന സമയത്ത് ഇതാ വീണ്ടും മറ്റൊരു സഖാവ്, അദ്ദേഹത്തിൻ്റെ ഒരു ഗോവിന്ദൻ എന്നാണ്, ഈ രണ്ടാമത്തെ ഗോവിന്ദൻ രംഗത്ത് വരുന്നു. അദ്ദേഹം പറയുന്നു ഈ ശ്യാമള ടീച്ചർക്ക് സീറ്റ് കൊടുത്തത് ശരിയായില്ല, അവിടെ വനിതാ സ്ഥാനാർത്ഥി വേണം എന്ന് പാർട്ടിക്ക് നിർബന്ധമുണ്ടായിരുന്നെങ്കിൽ എൻ സുകന്യ എന്ന് പറഞ്ഞ് വേറൊരു നേതാവുണ്ട്, അവരെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല. അങ്ങനെയൊക്കെ എല്ലാ സുകന്യയും പരിഗണിക്കേണ്ട ഒരു സ്ഥലമല്ലോ മാർക്സിസ്റ്റ് പാർട്ടി. നേരത്തെ സഖാവ് എ വിജയരാഘവൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ ആർ ബിന്ദുവിന് ഇരിങ്ങാലക്കുടയിൽ സീറ്റ് കൊടുത്തു. സഖാവ് പിണറായി വിജയൻ ഈ പാർട്ടിയുടെ സർവാധികാരിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിന് സീറ്റ് കൊടുത്തു. ഇപ്പോൾ സഖാവ് ഗോവിന്ദൻ പാർട്ടിയുടെ ഉടമസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തു. അത്രയുള്ളൂ കാര്യം. അത് ഈ രണ്ടാമത് പറഞ്ഞ ഗോവിന്ദന് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. ഇനി ഈ ഗോവിന്ദൻ പാർട്ടിയുടെ ഉടമസ്ഥനായി കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കോ മകൻ്റെ ഭാര്യയ്ക്കോ മകളുടെ ഭർത്താവിന് ആർക്കാന്ന് വെച്ചാൽ സീറ്റ് കൊടുക്കാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ മകനായിട്ടോ മകളായിട്ടോ മകളുടെ ഭർത്താവായിട്ടൊക്കെ ജനിക്കാൻ ഭാഗ്യം ചെയ്യണം. ഇപ്പോഴത്തെ ഈ രണ്ടാമത്തെ ഗോവിന്ദൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത ജന്മത്തിലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ബന്ധുവായിട്ട് ജനിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യണ്ടേ? അല്ലാതെ ഉണ്ട് ഈ കാര്യങ്ങൾ കൊതിക്കറിവ് പറഞ്ഞുകൊണ്ട് തന്നെ എന്തിനു മോശമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എം പി ഗോവിന്ദൻ മാഷിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്യാമള ടീച്ചറുടെയും ഭാഗത്താണുള്ളത്.
അവർക്ക് ദൈവദത്തമായിട്ടുള്ള ഒരു അധികാര പദവിയാണ് കൈവന്നിട്ടുള്ളത്. അത് പാർട്ടിയുടെ ഏത് സീറ്റിൽ ആരെ നിർദ്ദേശിക്കണം എന്ന അധികാരമാണ്. അപ്പോൾ സഖാവ് വിജയരാഘവൻ അവിടെ ഇരുന്നപ്പോൾ തോന്നി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ആ ഒരു നിയമസഭാംഗമാക്കണം, അത് കഴിഞ്ഞ് മന്ത്രിയാക്കണം എന്ന്. അത് സാധിച്ചു. സഖാവ് പിണറായി വിജയന് ആഗ്രഹം തോന്നി അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവിനെ ഒരു സ്ഥാനാർത്ഥിയാക്കണം, മത്സരിപ്പിച്ച് വിജയിപ്പിക്കണം. വിജയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കനപ്പെട്ട ഒരു വകുപ്പ്, 10 പുത്രനുണ്ടാക്കാൻ പറ്റുന്നൊരു വകുപ്പ് കൊടുക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും സബലീകൃതമായി. ഇപ്പോൾ അതേ ആഗ്രഹം തന്നെ നമ്മുടെ എം വി ഗോവിന്ദൻ മാഷിന് തോന്നിയിരിക്കുന്നു. അത് വളരെ ന്യായമായ ഒരു ആഗ്രഹമല്ലേ. അതിനെ ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? അതിന് കണ്ണ് കടിച്ചിട്ട് കാര്യമുണ്ടോ? കുശുമ്പ് തോന്നിയിട്ട് കാര്യമുണ്ടോ? കുന്നായ്മ വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഈ സഖാവ് രണ്ടാമത്തെ ഗോവിന്ദൻ്റെ കാര്യം ഗോവിന്ദ എന്നായി എന്നുള്ളത് വേറെ ഒരു വിശേഷമില്ല. ആ സഖാവ് റിബലായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് താളിപ്പറമ്പിൽ മത്സരിക്കും എന്നാണ് പറയുന്നത്. കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പരിണതഫലം എന്തായിരിക്കും എന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചാൽ മതി. കാരണം ജി സുധാകരന് റിബലാകാം, അമ്പലപ്പുഴയിൽ മത്സരിക്കാം, കാരണം അത് ആലപ്പുഴ ജില്ലയിലാണ്. ആയിഷ പോറ്റിക്ക് റിബലാകാം, കോൺഗ്രസ്സിൽ ചേരാം. അവർക്കും കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം, കൈപ്പത്തി അടയാളത്തിൽ തന്നെ മത്സരിക്കാം. കാരണം എന്താ? അത് കൊട്ടാരക്കരയിലാണ്, കൊല്ലം ജില്ലയിലാണ്. ഈ രണ്ടാമത്തെ ഗോവിന്ദൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം ജീവിക്കുന്ന കണ്ണൂർ ജില്ലയിലാണ്. അവിടെ റിബലായിട്ട് മത്സരിക്കാം. ഇനിയിപ്പോൾ ജയിച്ചാൽ തന്നെയും 2 കാലിൽ നടന്ന് നിയമസഭയിൽ പോകാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ജയിച്ചാലും തോറ്റാലും ഇദ്ദേഹത്തിന് വരാൻ പോകുന്ന വെട്ട് 51 52 അതോ 53 എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റുകയില്ല. അത് വെട്ടാൻ പോകുന്ന സഖാക്കൾക്ക് മാത്രമേ വ്യവച്ഛേദിച്ച് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഏതായാലും ഈ റിബലായി മത്സരിക്കാൻ ഒരുങ്ങി വന്നിരിക്കുന്ന സഖാവ് ഗോവിന്ദന് മുൻകൂറായിട്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന് ഈ തോന്നാബുദ്ധി തോന്നിയത് എന്തുകൊണ്ടെന്ന് നമുക്കറിയില്ല. കാലദോഷം അല്ലെങ്കിൽ ജാതകദോഷം എന്ന് മാത്രമേ പറയാനുള്ളൂ. ലാൽ സലാം.